ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ക്രോസ് സ്റ്റിച്ചും ബ്ലാങ്കറ്റ് സ്റ്റിച്ചുമാണ് പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഡബിൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിൽ ഞാൻ 2 ലൈന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെയാണ് ലൈന് മാർക്ക് ചെയ്തിരിക്കുന്നത്. മാർക്ക് ചെയ്ത ലൈനിൻ്റെ മുകളിലായിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ സ്റ്റിച്ചിൻ്റെ പേര് എഴുതി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ത്രെഡ് എടുക്കാവുന്നതാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 6 ലെയറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡബിൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ത്രെഡ് എടുക്കേണ്ടത്. നമ്മളിത് മാർക്ക് ചെയ്ത ലൈനിൻ്റെ മുകൾ ലൈനിൽ നിന്ന് നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അല്പം ഡിസ്റ്റൻസ് ഇട്ട് താഴ്ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് നീഡിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് വലിയൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുത്തുക. ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ലാതെ അടുത്ത് തന്നെയായിട്ട് താഴത്തെ ലൈനിൽ നിന്ന് മുകളിലോട്ട് ലൈനിൽ കുത്തി കൊടുത്തതിന് ശേഷം നീഡിലേക്ക് ത്രെഡ് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം പതുക്കെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടുള്ളൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൂടെ നമുക്ക് കിട്ടും. ഒരു വലിയ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, അതിനുശേഷം ഒന്ന് ചെറുത്, അതിനുശേഷം വലുത്, പിന്നീട് ചെറുത്, ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. പക്ഷേ സ്റ്റിച്ചിൻ്റെ വലുപ്പത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ബ്ലാങ്കറ്റ് സ്റ്റിച്ചിലെ സ്റ്റിച്ചുകളെല്ലാം സെയിം ആയിരുന്നു. ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഒരു വലിയ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, അതിനുശേഷം ഒന്ന് ചെറുത്, ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ബോർഡിൽ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒത്തിരി സ്റ്റിച്ചുകൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈയും തരുന്നതായിരിക്കും. ഡബിൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ബോർഡിൽ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. നേരത്തെ ഡബിൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന് നമ്മൾ 2 ലൈൻസ് വരച്ച് കൊടുത്തിട്ടില്ലേ, അതുപോലെ തന്നെ 2 ലൈൻസ് ഈ ഒരു സ്റ്റിച്ചിനും വേണം. ആ 2 ലൈൻസ് നമുക്ക് വരച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് സ്റ്റിച്ചിൻ്റെ പേര് കൂടെ എഴുതി കൊടുക്കാം. 3 ലെയറായിട്ടാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ മുകളിലത്തെ ലൈനിൽ നിന്ന് നീഡിൽ മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ക്രോസ് ആയിട്ട് താഴത്തെ ലൈനിൽ കുത്തി കൊടുക്കാം. താഴത്തെ ലൈനിൽ നീഡിൽ കുത്തി ഇറക്കാതെ ഇതുപോലെ സൈഡിലോട്ട് വേണം നീഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ത്രെഡ് വലിച്ചു കൊടുക്കുന്ന സമയത്ത് വളരെ പതുക്കെ വേണം വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ ലൈനിലേക്ക് ഈ ഒരു ത്രെഡ് കൊണ്ടുപോവാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് നീഡിലൊന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം പതുക്കെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രോസ് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടത് താഴത്തെ ലൈനിലോട്ടാണ്. അതും ക്രോസ് ആയിട്ടാണ് സ്റ്റിച്ച് പോകേണ്ടത്. ഇതുപോലെ കുത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് നീഡിൽ കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും. നമുക്ക് 3 ടൈപ്പ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് വരുന്നത്. ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, നോട്ടഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച്. അതൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. സ്റ്റിച്ച് ബോർഡിൽ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ഏകദേശം സെയിം ആണ്. ഇതിലേക്ക് വരുമ്പോൾ ഈ സ്റ്റിച്ച് വരുന്നത് കുറച്ച് ഡിസ്റ്റൻസിലാണ്. ക്ലോസ്ഡിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ സ്റ്റിച്ചസ് എല്ലാം ക്ലോസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക.
ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വീഡിയോ കണ്ടാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണിത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോസ്, എംബ്രോയ്ഡറി വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സ്റ്റിച്ച് ബോർഡിൽ മുഴുവനായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിലൂടെ മറ്റ് സ്റ്റിച്ചുകളൊക്കെ പരിചയപ്പെടാം. താങ്ക്